بعد عباد الله أوصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, ആലപ്പുഴയിൽ നിന്ന് വളരെ മനോഹരമായ പരിപാടികൾ ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ അവിടെ പിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കേട്ടല്ലേ, പിരിവ് കുറേ കേട്ടല്ലേ. ഇനി അത് വേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് മൈക്കെടുത്തതാണ്. പിന്നെ അവര് മൈക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ കൊടുക്കുന്ന കൂട്ടരിൽ. അപ്പൊ കുറച്ച് ചോദ്യങ്ങളുടെ മറുപടി ഇൻഷാ അല്ലാഹ്. പരസ്പരം ചുംബിക്കുന്നതിന്റെ വിധി എന്താണ്? പരസ്പരം ചുംബിക്കാറിനാൽ ഇപ്പോ എങ്ങനെ ഒരാൾ മറ്റൊരാളെ കാണുമ്പോ ചുംബിക്കുക എന്നുള്ളതല്ലേ. വിധി എന്താന്ന് പറഞ്ഞാല് അത് പ്രത്യേക ഒരു ശഹ്വത്തൊന്നും ഇല്ലെങ്കിൽ അത് അനുവദിക്കപ്പെട്ട വിഷയമാണെങ്കിലും അത് ചില മര്യാദകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരുടെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചുംബനത്തിന് ചില മര്യാദകൾ. ചുംബനം 5 രീതിയിലാണ്. വഖാല സുഫിയാനു തഖ്ബീലു യദിൽ ആലിമി സുന്നത്തുൻ. ആലിമീങ്ങളുടെ കൈ ചുംബിക്കൽ സുന്നത്താണ്. അപ്പൊ അതൊരു ഇബാദത്ത് കൂടിയാണ്, ആലിമീങ്ങളുടെ കൈ ചുംബിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യാറുണ്ടല്ലോ. ഖാല ഫഖീഹു അബുൽ ലൈസ് അൽ ഖുബ്ലത്തു അലാ 5 ഔജുഹിൻ. ചുംബനം 5 രീതിയിലാണ്. ഒന്ന് ഖുബ്ലത്തു തഹിയ്യത്തിൻ, ഒന്ന് ഒരു എന്താ അതിന് പറയാ, ഒരു ആശീർവാദത്തിന്റെ ചുംബനം ഉണ്ടല്ലോ. അതെങ്ങനെയാണ്? ബഹുവായി യുഖബ്ബില ബഅദുനാ ബഅദൻ അലൽ യദി. ഒരാളെ മറ്റൊരാളെ കാണുമ്പോ കയ്യും ചുംബിക്കുക. ഒന്നിലൊക്കെ പിന്നെ ദൂരെ വഴിക്കുന്നൊക്കെ വന്നാലേ, ദൂരൊക്കെ വഴിക്കുന്നൊക്കെ ഒരാൾ വന്നാല് ആളെ എന്ത് ചെയ്യുക, അയാളുടെ കയ്യൊക്കെ ചുംബിച്ചുകൊണ്ട് സ്വീകരിക്കുക. അത് അങ്ങനെ ഒരു ചുംബനം ഉണ്ട്. അത് ചുംബനത്തിന്റെ ഒന്നാണത്. വഖുബ്ലത്തു റഹ്മത്തിൻ, ഒന്ന് കരുണയുടെ കാരുണ്യ ചുംബനം. അങ്ങനെ ചുംബനുണ്ട്, കാരുണ്യ ചുംബനം. എന്താണത്? വഹിയ ഖുബ്ലത്തുൽ വാലിദൈനി വലദഹുമ. മാതാപിതാക്കളെ മക്കളെ ചുംബിക്കുക, അത് റഹ്മത്തിന്റെ ചുംബനം അല്ലേ. അപ്പോ തഹിയ്യത്തിന്റെ ചുംബനം അത് പിന്നെ പുറത്തുനിന്ന് ഒക്കെ ഒരാൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നാൽ അയാളെ കാണുമ്പോൾ ചുംബിക്കുന്ന അയാളെ ചുംബിക്കുക, അയാളെ കൈ ചുംബിക്കുക, അത് തഹിയ്യത്തിന്റെ ചുംബനം എന്ന് പറയും. പിന്നെ മാതാപിതാക്കൾ മക്കളുടെ കവിളത്ത് ചുംബിക്കുക, കയ്യുമലല്ല പിന്നെ കവിളത്ത് ചുംബിക്കുക, അത് റഹ്മത്തിന്റെ ചുംബനം എന്നതിന് പറയാം. പിന്നെ വഖുബ്ലത്തു ഷഫഖത്തിൻ, ഒന്ന് സ്നേഹത്തിന്റെ ചുംബനം ഉണ്ട്. അതെന്താണത്? വഹിയ തഖ്ബീലുൽ വലദി വാലിദൈഹി അലാ റൂസിഹിമാ. മാതാപിതാക്കളുടെ തലയിൽ ചുംബിക്കുക മക്കള്, അത് ഷഫഖത്തിന്റെ ചുംബനം. മാതാപിതാക്കളുടെ തലയെ ചുംബിക്കുക മക്കളെ. പിന്നൊന്ന് മവദ്ദത്ത്, സ്നേഹത്തിന്റെ ചുംബനം. അതിപ്പോ അതാണ് വഹിയ തഖ്ബീലുൽ അഖി അഖാഹു അൽ ജബ്ഹത്തി. ഷഫഖത്ത് മവദ്ദത്തൊക്കെ തമ്മിൽ വ്യത്യാസം കിട്ടാം അല്ലേ. മാതാപിതാക്കളോടുള്ള അതിന് ഷഫഖത്ത് എന്ന് പറയാം, മവദ്ദത്തല്ല ഷഫഖത്താണ് അതിന് പറയാം. അത് ഒരു വേറെ തരം സ്നേഹമുള്ളത് അല്ലേ, അത് വേറെ സ്നേഹമാണ്. അതിന് അറബിയിൽ ഷഫഖത്ത് പറയും. സഹോദരന്മാർ പരസ്പരമുള്ള സ്നേഹം അതിന് മവദ്ദത്ത് എന്ന് പറയും അല്ലേ. പിന്നെ ഇഷ്ക്, ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടല്ലോ അല്ലേ, അങ്ങനെ പലതും ഉണ്ട്. ഇത് സഹോദരന്മാരുടെ പരസ്പരം ചുംബിക്കല്, അതെവിടെ ചുംബിക്കേണ്ടത്? അത് വഹിയ തഖ്ബീലുൽ വലദി വല അല്ല, വഹിയ തഖ്ബീലുൽ അഖി അഖാഹു അൽ ജബ്ഹത്തി, നെറ്റിത്തടത്തിന്റെ മേൽ ചുംബിക്കുക. ഒരു സഹോദരൻ മറ്റേ സഹോദരനെ കണ്ടാല് ഏത് അയാളുടെ നെറ്റിയുടെ മേൽ ചുംബിക്കുക. അതും ഒരു തരം ചുംബനമാണ്. അതിന് മബദ്ധത്തിന്റെ ചുംബനം എന്ന് പറയുന്നത്. പിന്നെ ഷഹ്വത്തിന്റെ ചുംബനമുണ്ട്. വഖുബ്ലത്തു ഷഹ്വത്തിൻ, ഷഹ്വത്തിന്റെ ചുംബനം. വഹുവ തഖ്ബീലു സൗജത്തി വൽ അമതി അലൽ ഫമി, ഭാര്യയുടെയും അതുപോലെ അടിമ സ്ത്രീയുടെ ഒക്കെ ചുണ്ടത്ത് ചുംബിക്കുക, അല്ല വായന്റെ മേലെ ചുംബിക്കുക. അത് ഷഹ്വത്ത്, ഖുബ്ലത്തു ഷഹ്വത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇപ്പൊ 4-5 തരം ചുംബനം ഉണ്ട്. മാതാപിതാക്കളുടെ തലയിൽ ചുംബിക്കുക, സഹോദരന്മാരുടെ നെറ്റിയിൽ ചുംബിക്കുക,
മാതാപിതാക്കൾ മക്കളുടെ കവിളത്ത് ചുംബിക്കുക, ഭാര്യയുടെയൊക്കെ വായയുടെ മേൽ ചുണ്ടത്ത് ചുംബിക്കുക, ആലിമീങ്ങളുടെ കൈ ചുംബിക്കുക. പിന്നെ വേറൊരു ചുംബനമുണ്ട്, ദിയാനത്ത്, മതപരമായ ചുംബനം എന്ന് പറയുന്നത്. അതെന്താണ്? ബഹുവ തഖ്ബീലുൽ ഹജറുൽ അസ്വദി, അത് ഹജറുൽ അസ്വദ് ചുംബിക്കുക. അതിന് ഏതായാലും ശരി, അങ്ങനെ പലതരം ചുംബനം ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ പരസ്പരം ചുംബിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അബാത്ത് കിട്ടിയപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിച്ചു ഉമിനീർ കൈമാറാമോ? അതുകൊണ്ട് വിരോധമൊന്നുമില്ല, വല്ലാതെ കൊണ്ട് പറയാൻ വയ്യാന്ന്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാര കുപ്പായത്തിൽ നീലം മുക്കാമോ? ഓരോരോ ചോദ്യമല്ലേ. അല്ല, ചോദിച്ചാൽ എന്താ, അതുകൊണ്ട് വിരോധമില്ല. നിസ്കാര കുപ്പായത്തിലേ നീലം മുക്കുന്നത് കൊണ്ട്, അതുപോലെ അത്തർ തേക്കാമോ? അതുകൊണ്ടും വിരോധമില്ല. നിസ്കാര കുപ്പായത്തിൽ നീലം മുക്കുന്നത് കൊണ്ടോ അല്ലെ അത്തർ നിസ്കാര കുപ്പായത്തിൽ അത്തർ പൂശുന്നത് കൊണ്ടോ ഒന്നും യാതൊരു വിരോധവും ഇല്ല. അനുവദിക്കപ്പെട്ട വിഷയമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കുട്ടിക്ക് ഇഹ്റാം ചെയ്ത ശേഷം പമ്പേഴ്സ് ഇട്ടാൽ എന്താണ് ഫിദിയ കൊടുക്കേണ്ടത്? കുട്ടിക്ക് ഇഹ്റാം ചെയ്താൽ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ഒന്നും ധരിപ്പിക്കാൻ പാടില്ല. ഏത് ആൺകുട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ട? പെൺകുട്ടിയാണെങ്കിൽ വിരോധമൊന്നുമില്ല. പെൺകുട്ടിയാണ് നിൽക്കുക. പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ. അപ്പൊ പമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയോ ചെയ്യുക, അതുകൊണ്ട് വിരോധമില്ല. ആൺകുട്ടിയാണെങ്കിൽ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ആണുങ്ങൾക്ക് ഹറാമാണല്ലോ ഇഹ്റാം ചെയ്താൽ. അപ്പോ ചെറിയ ആൺകുട്ടിയെ കൊണ്ട് ഇഹ്റാം ചെയ്യിപ്പിച്ചു, എന്നാൽ പിന്നെ ആ കുട്ടിക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നിൽക്കുക. അത് കരുതി കൂട്ടിട്ടാണ് എങ്കിൽ, അതായത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, ഓർമ്മയോടുകൂടിയുമാണ് ചെയ്തത്, എന്നാൽ അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ഫിദിയ കൊടുക്കുകയും വേണം. ഫിദിയ എന്താ കൊടുക്കേണ്ടത്? ഫിദിയ ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോക്കുക, അതല്ലെങ്കിൽ ആടിനെ അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ 6 മിസ്കിന്മാർക്ക് അര സാഴ വീതം ഭക്ഷണധാന്യം നൽകുക. അതാണ് ഇപ്പൊ ഏറ്റവും എളുപ്പം അല്ലേ? മുടി നീക്കം ചെയ്യുക, അത്തർ പൂശുക, സ്ത്രീകൾ മുഖം മറക്കുക, പുരുഷന്മാർ തല മറക്കുക, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ, അത്തരം കാര്യങ്ങൾക്ക് ഇഹ്റാം ചെയ്ത് തഹ്ലീലാണതിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 6 മിസ്കിന്മാർക്ക് അര സായ എന്ന് പറഞ്ഞാൽ 2 മുദ്ദാണ്. ഒരു സായ അര സായ എന്ന് പറഞ്ഞാൽ 2 മുദ്ദ്. ഒരു സായ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണല്ലോ. അപ്പൊ അര സായ എന്ന് പറഞ്ഞാല് 2 മുദ്ദ് എന്ന് വെച്ചാൽ 650 ഗ്രാമാണ് നമ്മൾ ഒരു മുദ്ദിനെ കണക്കാക്കാറ്. അപ്പൊ അര സായ ആവുമ്പോ 2 മുദ്ദാകുമ്പോ 1 300, 1 കിലോ 300 ഗ്രാം. അപ്പൊ 1 കിലോ 300 ഗ്രാം അരിയോ ഗോതമ്പോ എന്തെങ്കിലുമൊക്കെ ആർക്ക് കൊടുക്കുക? മിസ്കിന്മാർക്ക് കൊടുക്കുക, 6 ആൾക്ക് കൊടുക്കുക. പമ്പേഴ്സൊക്കെ ചുറ്റി തന്നെയാണ്, കെട്ടിയാലൊക്കെ അങ്ങനെ തന്നെയാണ് എന്റെ വിധി. അപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ അരസായ വീതം അതായത് 1 300 വീതം 6 മിസ്കിന്മാർക്ക് കൊടുക്കുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് കൊടുക്കുക, അതല്ലെങ്കിൽ ആടിന് അറുത്ത് കൊടുക്കുക. അതിലിപ്പോ ഏറ്റവും എളുപ്പം അരസായ അരി 6 ആൾക്കാർക്ക് കൊടുക്കൽ അളവ് ഏറ്റവും എളുപ്പമല്ലേ? അത് ചെയ്യാം. അത് കരുതി കൂട്ടി ചെയ്തിക്കുകയാണെങ്കിൽ, അതേസമയത്ത് അറിയാതെയാണ് ചെയ്തത്, അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് ചെയ്തത്, എന്നാൽ ഇതിന് ഫിദിയൊന്നുമില്ലേനും, കുറ്റവുമില്ല ഫിദിയുമില്ല. അത് എല്ലാ ഹറാമിനെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. ഹജ്ജിൽ ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യം 2 വിധത്തിലുണ്ട്. ഒന്ന് നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. മുടി നീക്കം ചെയ്യുക, അതൊക്കെ നശിപ്പിക്കലാണ്. നഖം നീക്കം ചെയ്യുക, അതൊക്കെ നശിപ്പിക്കലാണ്. അത് കരുതി കൂട്ടി ചെയ്താലും മറന്നു ചെയ്താലും ഫിദിയ കൊടുക്കണം. അതേസമയത്ത് കരുതി കൂട്ടി ചെയ്തതിനെ കുറ്റമുള്ളൂ എന്ന് മാത്രം. പക്ഷെ ഫിദിയ എങ്ങനെയാണ് കൊടുക്കണം. അതേസമയത്ത് മുഖം മറക്കുക, തല മറക്കുക, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക, എണ്ണ പൂശുക, തലയിലൊക്കെ എണ്ണ തേക്കുക, അത്തർ പൂശുക പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നശിപ്പിക്കലല്ല, അത് അനുഭവിക്കലാണ്, സുഖിക്കലാണ്. അത്തരം കാര്യങ്ങളാണെങ്കിൽ കരുതി കൂട്ടി ചെയ്തെങ്കിലേ കുറ്റം ഉള്ളൂ, ഫിദിയയും നിർബന്ധമാകൂ. മറന്നു ചെയ്താൽ ഫിദിയല്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ അസ്സലാമു അലൈക്കും.
വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു ഉദാഹരണം. ഞാൻ ഒരാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ച് പിന്നെ വേറെ ഒരു സ്ഥലത്ത് മയ്യിത്ത് നിസ്കാരത്തിൽ ഒരുപാട് ആളുകളെ മയ്യിത്ത് പേർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നിസ്കരിച്ച ആളുടെ പേർ പറഞ്ഞാൽ എനിക്ക് ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആ കുഴപ്പമൊന്നുമില്ല. ചോദ്യം മനസ്സിലായല്ലേ? ഇദ്ദേഹം ഒരാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുറെ ആൾക്കാരുടെ പേര് വായിക്കുന്നുണ്ട് മയ്യിസ്കാരത്തിന്. ഇദ്ദേഹം നിസ്കരിച്ച ആളെ പേരും അവിടെ വായിച്ച്. അതുകൊണ്ട് ആ മയ്യിസ്കാരത്തിൽ തുടരാമോന്ന്, പങ്കെടുക്കാമോ? പങ്കെടുക്കാൻ വിരോധമില്ല. ഇയാളെ നിയ്യത്തിൽ മറ്റാളെ ഒഴിവാക്കിയാൽ മതി. ആദ്യം നിസ്കരിച്ച ആളെ ഒഴിവാക്കിയാൽ മതി. ഇയാളെ നിയ്യത്തിൽ ഇനി ഒഴിവാക്കില്ല നിൽക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. മയ്യിസ്കാരം മടക്കി നിസ്കരിക്കല് പിന്നെ സുന്നത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്നവർക്ക് മുടി നഖം നീക്കം കറാഹത്ത് ഏതുവരെയാണ്? നമ്മൾ നിലയിന് മറുപടി ഞാൻ മൈക്കത്തെ മറുപടി പറഞ്ഞിരുന്നു. പിന്നെ മുടിയും ഉളുഹിയ്യത്ത് പിന്നെ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ മുടി നഖം പോലത്തൊക്കെ നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ ഇബാറത്ത് കറാഹത്താനുള്ള ഇബാറത്തും പിന്നെ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ദുൽഹജ്ജ് 1 മുതൽ ഉളുഹിയ്യത്തിന്റെ ആ മൃഗത്തെ അറുക്കുന്നത് വരെ നഖം, മുടി അതുപോലെയുള്ള മറ്റ് വസ്തുക്കളൊക്കെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തും നീക്കം ചെയ്യൽ കറാഹത്തുമാകുന്നു. വകുരിഹലി മുരീദിഹ ഇസാലത്തു നഹ്ബി ശഅരിൻ ഫീ അശ്രി ദിൽ ഹിജ്ജതി വഅയ്യാമി തശ്രീഖി ഹത്താ യുളഹിയ. അതാ ദുൽഹജ്ജ് 10ന്റെ അന്ന് അർക്കാണെങ്കിൽ അന്ന്, ഇനി അതല്ല ഇനി 11 അന്ന് അർക്കണം നിൽക്കുക. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഉളുഹിയ്യത്ത് അർക്കുന്നത് 11-നാണ്. എന്നാ അർക്കുന്ന ആ 11 വരെ, ഇനി 12-നാണ്, 13-നാണ്. അതായത് മൃഗത്തെ അറുക്കുന്നത് വരെ നഖം ഒക്കെ നീക്കം ചെയ്യല്, മുടി ഒക്കെ നീക്കം ചെയ്യല് കറാഹത്താകുന്നു. ഉസ്താദെ, ഒരു സംശയം. നിസ്കാരത്തിൽ ലാസ്റ്റ് റക്അത്തിൽ ഇമാമിനെ തുടർന്നു അങ്ങനെ അവസാന അത്തഹിയാത്ത് ഓതേണ്ടതുണ്ടോ? സുന്നത്താണ്. ഏത് അവസാനത്തെ റക്അത്തിലാണ് ഒരാള് ഇമാമിനെ തുടർന്നത്? അവസാനത്തെ റക്അത്തിലാണ്. അങ്ങനെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ ഇമാമ് അത്തഹിയാത്തിന് ഇരിക്കുമല്ലോ അല്ലെ? അപ്പൊ ഇയാളും അത്തഹിയാത്തിന് ഇരിക്കൽ നിർബന്ധമാണ്. പിന്നെ ആ തഹിയാത്ത് ഓതലോ ഓതുന്നത് സുന്നത്തുമാണ്. അവിടെ മുണ്ടാതെ ഇരിക്കുന്നേക്കാൾ നല്ലത് ഓതലാണ്. പിന്നെ സുന്നത്ത് ഓതുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി. സ്ഥിരമായി ഉളുഹിയ്യത്ത് അറുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ അബോധാവസ്ഥയിലുള്ള സമയത്ത് അയാളുടെ ധനത്തിൽ നിന്ന് എടുത്ത് ഉളുഹിയ്യത്ത് ഷെയർ കൊടുത്താൽ ശരിയാകുമോന്ന്? അത് ശരിയാവൂല. അദ്ദേഹം സ്ഥിരമായി ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളാണ്. പക്ഷെ ഈ കൊല്ലം എന്ത് ചെയ്ത് അയാൾ അബോധാവസ്ഥയിലായിരുന്നു. അപ്പൊ അയാളുടെ സ്വത്തിൽ നിന്നേ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാ? ഉളുഹിയ്യത്ത് പിന്നെ അറുക്കാൻ കൊടുക്കുക. അത് അയാളെ നിയ്യത്ത് വേണം. അയാളുടെ ഉളുഹിയ്യത്താണെങ്കിൽ അയാളുടെ നിയ്യത്ത് വേണം. അയാളുടെ ഉളുഹിയ്യത്താവണമെങ്കിൽ അയാളെ നിയ്യത്ത് വേണം. അല്ലെങ്കിൽ അയാൾ ആദ്യം വക്കാലത്താക്കണം. ആദ്യം അയാൾ വക്കാലത്താക്കണം. അതിൽ പിന്നെ എന്നിട്ട് ആ വക്കാലത്താക്കിയതിന് ശേഷമാണ് അയാൾക്ക് അബോധാവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയാൾ ആ വക്കാലത്താക്കപ്പെട്ട ആള് ഉളുഹിയ്യത്ത് അർത്താൽ അത് അയാളുടെ ഉളുഹിയ്യത്താകും. ഇനി അതല്ല വക്കാലത്ത് നാട്ടിലില്ല നിൽക്കുക, എന്നാൽ അദ്ദേഹം പിന്നെ നിയ്യത്ത് വെക്കണം, എന്നാലേ സഹിയാകുള്ളൂ. അപ്പോ അതല്ലാതെ അബോധാവസ്ഥയിലാണ്, അയാൾ വക്കാലത്താക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പൈസ എടുത്തിട്ട് ഉളുഹിയ്യത്ത് നടത്താൽ അത് അയാളുടെ ഉളുഹിയ്യത്താവൂല. ഇനി അയാളെ ഉളുഹിയ്യത്ത് പൈസ അല്ല നിൽക്കുക, വേറൊരാളുടെ പൈസ എടുത്ത് നിൽക്കുന്നാലും ശരി, അയാളുടെ ഉളുഹിയ്യത്താണെങ്കിൽ അദ്ദേഹം നിയ്യത്ത് വെക്കണം. ദുൽഹജ്ജ് 1 മുതൽ നോമ്പ് സുന്നത്തുണ്ടോ? ദുൽഹജ്ജ് 1 മുതൽ നോമ്പ് സുന്നത്തുണ്ട്. അതായത് ആ നിലക്കല്ല. ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട് ആ വിഷയം. എങ്ങനെ? ഏത് ഈ യുദ്ധം ഹറാമായ മാസം ഉണ്ടല്ലോ, ആ യുദ്ധം ഹറാമായ മാസത്തിലൊക്കെ പിന്നെ അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്നുള്ള ഒരു ഇബാറത്താണ്. നോക്കട്ടെ, ഒരു മിനിറ്റ്.
അപ്പോ റമളാനിൽ കഴിഞ്ഞാൽ പിന്നെ അറഫാ ദിവസത്തെ നോമ്പ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. പിന്നെ ആഷൂറ മുഹറം 10, പിന്നെ വൽ അശ്റുൽ അവ്വലു മിൻ ദിൽഹിജ്ജത്തി ആണ്ട് അങ്ങനെയുണ്ട്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം, അത് 10ന്റെ നോമ്പ് എടുക്കാൻ പാടില്ല, പെരുന്നാക്കല്ലേ, പെരുന്നാക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല, അതിൽ വെച്ചിട്ടുള്ള ബാക്കിയുള്ള ദിവസത്തിനെ കുറിച്ചാണ് പറഞ്ഞതേ. അതുപോലെ തന്നെ വൽ അശ്റുൽ അവ്വലു മിനൽ മുഹറമി, മുഹറം 10 ദിവസം, ആദ്യത്തെ 10 ദിവസം. വജമീഉൽ അശ്ഹുരിൽ ഹുറും, അതുണ്ട് എല്ലാ യുദ്ധം ഹറാമായ മാസങ്ങളും. അതൊക്കെ ശരി, അതൊക്കെ പിന്നെ നോമ്പ് നോൽക്കാൻ പ്രത്യേകം പുണ്യമുള്ള ദിവസങ്ങളാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുണ്ട് ഈ ആയതുമുദ്ദീൻ. നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ, മുതലാളിയുടെ നല്ല കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനം അയാളുടെ സ്പോൺസർ ചതിയിലൂടെ പിടിച്ചെടുത്തു. 3.5 കോടി രൂപ വില മതിക്കുന്ന സ്ഥാപനം തിരിച്ചു കിട്ടാൻ ക്ലാസ് റൂമിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അതുപോലെ മറ്റ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധ ദിവസങ്ങളുടെ പുണ്യം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വത്ത്, ആ കച്ചവടം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു നൽകട്ടെ. അതിനുള്ള നല്ല മനസ്സ് ആ സ്പോൺസർക്ക് അള്ളാഹു നൽകട്ടെ. ഏതായാലും ശരി, ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സംഭവിച്ചു പോയ നഷ്ടം നികത്തി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സുജൂദിൽ നമ്മുടെ ആവശ്യം എങ്ങനെയാണ് ചോദിക്കുക? സുജൂദിൽ നമ്മുടെ ആവശ്യം അറബി ഭാഷയെ ചോദിക്കണം. മലയാളത്തിൽ വരക്കാൻ പറ്റൂല. അറബി ഭാഷയിൽ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഖദി ഹബായിജി, അല്ലെങ്കിൽ അങ്ങനെ എന്ത് അല്ലാഹുമ്മ ദഖിൽനി ജന്ന, അങ്ങനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഏത് രീതിയിലാണ് ശരി, അറബി ഭാഷയിലായിരിക്കണം. പിന്നെ നാവ് കൊണ്ട് മൊഴിയാണെങ്കിൽ അത് അറബി ഭാഷയിലായിരിക്കണം. ഇനി നാവ് കൊണ്ട് മൊഴിയാതെ മനസ്സിൽ മാത്രം ഇങ്ങനെ ദുആ നടത്തുകയാണ്, നാവ് കൊണ്ട് പറയാതെ, അപ്പോൾ ഏത് ഭാഷയിലും ആവാം. മനസ്സിൽ ആണ് ദുആ ചെയ്യുന്നത്, നാവ് കൊണ്ട് മൊഴിയാതെ, എന്നാൽ അത് ഏത് ഭാഷയിലും ആവാം. നാവ് കൊണ്ട് മൊഴിയാണെങ്കിൽ അത് അറബി ഭാഷയിലെ നിസ്കാരത്തിൽ പറ്റും. ഫിത്ർ സക്കാത്ത് പണമായി നൽകാമെന്ന് ഏതെങ്കിലും മദ്ഹബിൽ അഭിപ്രായമുണ്ടോ? പഠിച്ചോനെ, ഫിത്ർ സക്കാത്തിന്റെ കാലം കഴിഞ്ഞില്ല പോലെ അല്ലേ? ഏതായാലും ശരി, ഫിത്ർ സക്കാത്ത് പണമായി നൽകാമെന്നാണ് ഹനഫി മദ്ഹബ്. അങ്ങനെയാണ് ഹനഫി മദ്ഹബില്. അതിന്റെ അവകാശികൾക്ക് പിന്നെ ധാന്യമാണ് ഏറ്റവും ആവശ്യമെങ്കിൽ ധാന്യം കൊടുക്കാം, അതല്ല അവർക്ക് അതിന്റെ പണമാണ് ആവശ്യമെങ്കിൽ പണം കൊടുക്കാം എന്നാണ് ഹനഫി മദ്ഹബ്. എന്നാൽ മറ്റു മദ്ഹബുകളിൽ ധാന്യം തന്നെ കൊടുക്കണം, പണം കൊടുത്താൽ പറ്റുകയില്ല എന്നാണ്. അത് അനുസരിച്ച് നമുക്ക് പണം നൽകാൻ പറ്റുമോ? അത് പറ്റും. ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട്, ആ വിഷയത്തിൽ ആ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് പണം വേണമെങ്കിൽ കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. ദുബൈ ഭാഗത്ത് എല്ലാം പണം വാങ്ങി നാട്ടിലെ പാവങ്ങൾക്ക് നൽകുന്ന പതിവ് ആണ് എന്ന് കേൾക്കുന്നു, ശരിയാകുമോ? അത് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് പണം വാങ്ങാം, അതുകൊണ്ട് കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. പക്ഷേ മറ്റ് സ്ഥലത്തേക്ക് നീക്കം ചെയ്യണമെങ്കിൽ, നാട്ടിൽ കൊടുക്കണമെങ്കിൽ അവിടെ അവകാശികൾ ഇല്ലാതിരിക്കണം. ദുബൈയിലാണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിൽ ദുബൈയിൽ അദ്ദേഹം താമസിക്കുന്ന ആ മഹലിൽ സക്കാത്തിന്റെ അവകാശികൾ ഇല്ല നിൽക്കുക, എങ്കിൽ മാത്രമേ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റൂ. ജുമഅക്കുള്ള 1-ാം ബാങ്കിന് ശേഷം സുന്നത്ത് നിസ്കാരത്തിന് സമയം തുടങ്ങുമോ? 1-ാം ബാങ്കിന്റെ ശേഷം നിൽക്കല്ല, ളുഹറിന്റെ സമയം കടക്കണം, എന്നാലേ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ജുമാന്റെ മുമ്പുള്ള സുന്നത്തൊക്കെ സഹിയാകൂ. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ടല്ലോ അല്ലെ, 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് ഏറ്റവും അഫ്ളലാണ്. അത് പിന്നെ ളുഹറിന്റെ മുമ്പ് എപ്പോഴാണ് അതിന്റെ സമയം കടക്കല്? ളുഹറിന്റെ സമയം കടക്കണം, നല്ല സുന്നത്തിന്റെ സമയം കടക്കുള്ളൂ. അതുപോലെ തന്നെ ജുമഅക്കും അങ്ങനെ തന്നെ. ജുമഅന്റെ മുമ്പുള്ള സുന്നത്തിന്റെ സമയം കടക്കണമെങ്കിൽ ളുഹറിന്റെ സമയമാവണം. അപ്പൊ സാധാരണ നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ ആദ്യത്തെ ബാങ്ക് കൊടുക്കാറ് ളുഹറിന്റെ സമയത്തിന്റെ മുമ്പാണ്. അപ്പൊ ആദ്യത്തെ ബാങ്കിന്റെ ശേഷം പിന്നെ ജുമഅന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. അപ്പൊ ഞാൻ ജുമഅന്റെ മുമ്പത്തെ സുന്നത്ത് എപ്പോഴാണ് നിസ്കരിക്കുക അങ്ങനെയുള്ള സ്ഥലത്ത്? അപ്പൊ ജുമഅ നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിക്കണം. എന്നാലും അത് ഖളാ അല്ല, അദാ തന്നെയാണ്. പിന്നെ
അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കട മേൽവാടകയ്ക്ക് മറിച്ചു കൊടുക്കുന്നത് അനുവദനീയമാണോ? അത് പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ്. അത് അനുവദനീയമാണ് എന്നാണ്. ഒരാള് പിന്നെന്ത് ചെയ്തു, ഒരാളുടെ അയാളൊരു വാടകയ്ക്ക് എടുത്തു ഇത്ര കാലത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കാലം കഴിയുന്നതിലേക്കും അത് അയാളുടെ അധികാരത്തിൽ തന്നെയാണ്. അപ്പൊ ആ കാലത്തിനകത്ത് എന്ത് ചെയ്യുക, അയാൾക്കാണ് വേറെ ആൾക്ക് മേൽവാടക കൊണ്ട് കൊടുക്കാവുന്ന കൊണ്ട് വിരോധമില്ല എന്ന് പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണത്. അതുകൊണ്ട് വിരോധമില്ല, തകരാറില്ല എന്ന്. ലണ്ടനിൽ ഉള്ള നമ്മുടെ ഒരു പ്രവർത്തകന്റെ സുഹൃത്ത് അഫ്ഗാനിയുടെ ഉപ്പാക്ക് ക്യാൻസർ ആണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പിരിവുകൾക്ക് ധാരാളമായി സംഭാവന ചെയ്യുന്ന വ്യക്തിയാണ്. ക്ലാസ്സിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡുള്ള ദാരിമി ഉസ്താദിന്റെ പിരിവിലേക്ക് 50,000 രൂപ അഫ്ഗാനി തന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അഫ്ഗാനിയുടെ ഉപ്പാക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഷാഫിയായ അല്ലാഹു തആല അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ അഫ്ഗാനിയുടെ ഉപ്പാക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉസ്താദിന്റെ ഇൽമിൽ, ശരി, ഉസ്താദിന്റെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. മൂത്രം ഒഴിച്ച ഉടനെ വദിയ മിക്കപ്പോഴും വരുന്നു. വൃത്തിയാക്കിയ ശേഷം പിന്നെയും കുറേശ്ശെ വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാകുമ്പോൾ മൂത്രവാർച്ചക്കാരന്റെ പോലെ ടിഷ്യൂ വെച്ച് നിസ്കാരത്തിന്റെ സമയത്ത് വുളു എടുത്ത് നിസ്കരിക്കാമോ? ഓരോ നിസ്കാരത്തിന് മുമ്പ് ടിഷ്യൂ മാറ്റി പുതിയത് വെക്കാം. ഉത്തരം ക്ലാസ്സിൽ പറഞ്ഞാലും PM ൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ ഉസ്താദിനോട് അഭ്യർത്ഥിക്കുന്നു. PM ിലൂടെ ഇതിനൊക്കെ മറുപടി കൊടുക്കണേ കുറെ പറയാനുണ്ട്. ഈ ചെറിയ ഇതൊക്കെ മറുപടിയൊക്കെ PM ിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ചെറിയ നിലക്ക് PM ിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ മൂത്രവാർച്ചക്കാരന്റെ വിദ്യാവണി എന്ത് കാണിച്ചിട്ടുണ്ടോ? ഒരാൾ വുളു ചെയ്ത് ആ വുളു മുറിയുന്നതിന് മുമ്പ് എത്ര എന്താ വുളു എടുത്ത് ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യാൻ നിസ്കരിക്കുന്നുണ്ട്. എന്നാലും അയാൾക്ക് അതിന്റെ ഇടയിൽ ആ വുളു മുറിയും. അങ്ങനെ ആകുമ്പോഴേ മൂത്രവാർച്ചക്കാരന്റെ ഹുക്മ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ എന്ത് ചെയ്തു, ഉദാഹരണം ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ളുഹറിന്റെ സമയം ആയതിനു ശേഷം അയാൾ വുളു ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം എന്തും ചെയ്യുന്നു, നിസ്കരിക്കുകയും ചെയ്യുന്നു. എന്നാലും അതിന്റെ ഇടയിൽ അയാളുടെ വുളു മുറിയുന്നു. അപ്പൊ മൂത്രവാർച്ചക്കാരനാണെങ്കിൽ അയാൾ വുളു ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം നിസ്കരിക്കുന്നു. പക്ഷെ എന്നിട്ടും അതിന്റെ ഇടയിൽ അയാൾക്ക് വീണ്ടും മൂത്രം ഉറ്റുന്നു. അപ്പൊ ആൾ എത്ര വേഗത്തിൽ നിസ്കരിക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഇടയിൽ അയാൾക്ക് മൂത്രം ഉറ്റും. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പിന്നെ മൂത്രവാർച്ചക്കാരൻ എന്ന് പറയും. ഇയാൾക്ക് മൂത്രവാർച്ചക്കാരൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇനി കാറ്റ് വാർച്ചക്കാരനുണ്ട്. ഇങ്ങനെ, അതായത് എപ്പോഴും ഇങ്ങനെ വായു പോവുക, കാറ്റ് പോവുക, അതും അങ്ങനെ തന്നെയാണ്. അവന് ഈ മൂത്രവാർച്ചക്കാരന്റെ ഹുക്മാണ്. എപ്പോൾ എങ്ങനെയാവുമ്പോ അയാൾ വുളു ചെയ്ത് പെട്ടെന്ന് അയാൾ പിന്നെ നിസ്കരിക്കുന്നു. ളുഹറിനുള്ള ആ ഫർദ് നിസ്കാരം അയാൾ നിസ്കരിക്കുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഇടയിലൊക്കെ ആൾക്ക് കാറ്റ് പോകും. കാറ്റ് പോകാതെ വുളു മുറിയാതെ നിസ്കരിക്കാൻ അയാൾക്ക് സാധിക്കൂല. അപ്പോൾ അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്മാണ്. അതുപോലെ തന്നെ ഇയാൾക്കും തന്നെ വദിയെ പുറപ്പെടുന്ന ആളുകൾ അങ്ങനെ തന്നെ നിൽക്കുക. അയാൾ വുളു ചെയ്തിട്ട് പെട്ടെന്ന് ആൾ നിസ്കരിക്കുന്നു. പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ അയാൾക്ക് അയാളുടെ വദിയെ പോകും. എന്നാൽ അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്മാണ്. അതല്ല പിന്നെ കുറെയൊക്കെ നേരം കഴിഞ്ഞിട്ടേ പിന്നെ വദിയെ പോവുള്ളൂ നിൽക്കുക. എന്നാലും അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്മ അല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് പോലെയാണെങ്കിൽ അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്മാണ്. അപ്പോൾ അയാള് നിസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷമേ വുളു ചെയ്യാൻ പറ്റുകയുള്ളൂ. വുളു ചെയ്ത ഉടനെ തന്നെ അയാൾ വേഗം നിസ്കരിക്കുകയും വേണം. അങ്ങനെ ഒരു വുളു കൊണ്ട് ഒരു ഫർള് മാത്രം നിസ്കരിക്കാൻ പറ്റൂ, സുന്നത്തത്രയും ആവാം. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഫർള് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മി ഓതൽ നിർബന്ധമില്ലാത്ത മദ്ഹബുണ്ടോ?
നിർബന്ധമില്ലാത്ത മദ്ഹബുണ്ട്. ഫാത്തിഹയിൽ ബിസ്മി ഓതാത്ത ഇമാമിനെ തുടർന്നാൽ നിസ്കാരം ശരിയാകുമോ? ഫാത്തിഹയിൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന മദ്ഹബൊക്കെ ഉണ്ട്. ഫാത്തിഹയിൽ ബിസ്മി ഓതൽ ഹനഫി മദ്ഹബ് പ്രകാരം നിർബന്ധമില്ല, സുന്നത്താണ്. അതുപോലെ ഹംബലി മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. പിന്നെ വഹിയ സുന്നത്തുൻ ഇൻദൽ ഹനഫിയത്തി വൽ ഹനാബിലത്തി, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ബിസ്മി ഓതൽ പിന്നെ സുന്നത്താണ്, നിർബന്ധമല്ല. അമ്മ ശാഫിഅത്തു ഫയഖൂലൂന ഇന്നഹാ ഫർളുൻ, ഷാഫി മദ്ഹബ് അനുസരിച്ച് നിർബന്ധമാണ് ബിസ്മി ഓതല്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഇത് കറാഹത്തുമാണ്. യഖൂലൂന ഇന്നഹാ മക്റൂഹത്തുൻ, ബിസ്മി ഓതലേ കറാഹത്തുവാണെന്ന എന്തെല്ലാണ് ആണ് പലെ അപ്പൊ ആ കണ്ട്. അപ്പൊ ബിസ്മി ഓതൽ നിർബന്ധമാണ് എന്ന് പറയുന്ന മദ്ഹബ് ഷാഫി മദ്ഹബ് മാത്രമേ ഉള്ളൂ. നിർബന്ധമാണ് കാരണം ഷാഫി മദ്ഹബ് മാത്രമേ ഉള്ളൂ. ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും സുന്നത്താണ്. ഇനി ബിസ്മി ഓതാത്ത ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പോകുന്ന, ബിസ്മി തീരെ ഓതിട്ടില്ല ആള്, ആ ഉറപ്പാണ് നിൽക്കുക. ബിസ്മി ആൾ തീരെ ഓതിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അയാളെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. നിസ്കാരം ശരിയാണെങ്കിൽ എന്ത് വേണം? അയാളുടെ മദ്ഹബ് നമ്മളും തഖ്ലീദ് ചെയ്യണം. അയാളുടെ മദ്ഹബ് എന്ന് വേണമെന്നില്ല, ബിസ്മി ഓതൽ നിർബന്ധമില്ല എന്ന് പറയുന്ന മദ്ഹബ് ഉണ്ടല്ലോ, അത് നമ്മളും തഖ്ലീദ് ചെയ്യണം. എന്നാലേ നിസ്കാരം ശരിയാവുള്ളൂ. ഇമാമ് ബിസ്മി ഓതിട്ടില്ല എന്ന കാര്യം ഉറപ്പാണെങ്കിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഖളാ വീട്ടിയ നോമ്പിന്റെ മുദ് എവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത്? ഞാൻ സൗദിയിലാണ്. ഖളാ വീട്ടിയ എന്താണ് ഇങ്ങനൊക്കെ? ഖളാ വീട്ടിയ നോമ്പിനൊക്കെ മുദ് കൊടുക്കണം, അത് വേണ്ടല്ലോ. ഖളാ ഒരാൾക്ക് പിന്നെ നോമ്പ് ഖളാ ആയി, കാരണം കൂടാതെ അടുത്ത റമളാന്റെ മുമ്പായിട്ട് അയാളെ ഖളാ വീട്ടിയില്ല. കഴിഞ്ഞ നോമ്പിന് എന്ത് ചെയ്തു? ഒരാൾക്ക് നോമ്പ് ഖളാ ആയി, എന്നാൽ അത് അയാൾ എന്ത് വേണം? അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടണം. പക്ഷെ അയാൾക്ക് പിന്നെ അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ ഖളാ വീട്ടിയില്ല. പിറ്റത്തെയും റമളാന്റെ ശേഷമാണ് അയാൾ ഖളാ വീട്ടുന്നത്. എന്നാൽ ഖളാ വീട്ടും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള ആ മുദ് അതെവിടെയാണ് കൊടുക്കേണ്ടത്? എവിടെ കൊടുത്താലും വേണ്ടില്ല, അത് നിങ്ങളുള്ള സ്ഥലത്ത് തന്നെ ആവണം എന്നില്ല. അത് സക്കാത്തിന്, ഫിത്ർ സക്കാത്തിനും മുതലിന്റെ സക്കാത്തിനൊക്കെയാണ് ആ നിബന്ധന ഉള്ളത്. മുതലിന്റെ സക്കാത്താകുമ്പോൾ മുതലിലോട്ട് കൊടുക്കണം, ഫിത്ർ സക്കാത്താകുമ്പോൾ ആ വ്യക്തി എവിടെയുള്ളതെങ്കിൽ അവിടെ കൊടുക്കണം എന്നുള്ളത് അതിന്റെ നിബന്ധനയാണ്. അതേസമയത്ത് ഈ നോമ്പ് സംബന്ധമായ മുദ്ദുണ്ടല്ലോ, അതൊക്കെ കൊടുക്കല് എവിടെയും കൊടുക്കാവുന്ന. അപ്പൊ ഗൾഫിലുള്ള ഒരാളാണ്, അയാളുടെ മുദ് വേണമെങ്കിൽ നാട്ടിൽ കൊടുക്കാം, നാട്ടിലുള്ള ആളെ പിന്നെ മുദ് വേറെ എവിടെയും അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അന്യ സ്ത്രീകളോട് സലാം പറയൽ ഹറാമാണോ? അന്യ സ്ത്രീകളോട് സലാം പറയൽ ഹറാമാവൽ ഫിത്ന ഭയപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു രസം, ഒരു സുഖിക്കല് ഒരു അന്യപ്പെണ്ണിനോട്, അത് സലാമിന് മാത്രമല്ല സംസാരത്തിനും അങ്ങനെ തന്നെയാണ്. ഒരു അന്യപ്പെണ്ണിനോട് സംസാരിച്ച് സുഖിക്കുക ഉണ്ടല്ലോ, അത് ഹറാമ. അപ്പൊ അതുപോലെ തന്നെ സലാം ചൊല്ലി സുഖിക്കുക, അത് ഹറാമ. അതേസമയത്ത് അന്യ സ്ത്രീയാണ്, ആവശ്യത്തിന് അവരോട് സംസാരിക്കാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. സംസാരിച്ച് സുഖിക്കുക, അതാണ് ഹറാം. പിന്നെ സലാം ചെല്ലുന്നതിന്റെ വിധി എന്താണ്? സലാം ചെല്ലുന്നത് അന്യ സ്ത്രീയാണ്, അവൾ യുവതിയാണ്, അവൾ തനിച്ചുമാണ്. എന്നാൽ അവൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്, ഹറാമല്ല കറാഹത്താണ്. ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്. അവൾ യുവതിയാണ്, അവൾ തനിച്ചുമാണ് എങ്കിൽ. അതേസമയത്ത് ഒരു പെണ്ണ് മാത്രമല്ല, കുറെ പെണ്ണുങ്ങളുണ്ട്, ആ കൂട്ടത്തിൽക്കാൻ സലാം ചെല്ലുക, എന്നാൽ കറാഹത്തൊന്നുമില്ല. അതല്ലെങ്കിൽ അവൾ യുവതി അല്ല, അവൾ വയസ്സത്തിയാണ്, കണ്ടാൽ ആഗ്രഹം തോന്നാത്ത തള്ളയാണ്, എന്നാലും പിന്നെ കറാഹത്തില്ല എന്ന് മാത്രമല്ല, പുരുഷന്മാർക്ക് സലാം ചെല്ലൽ സുന്നത്തുള്ളത് പോലെ തന്നെ ആ വയസ്സത്തിക്കും സലാം ചെല്ലൽ സുന്നത്ത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ജിസാനിലാണ്. ജുമുഅക്ക് മുമ്പുള്ള സുന്നത്ത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ളുഹറിന്റെ യഥാർത്ഥ സമയത്തുള്ള ബാങ്കിന്റെ ഉടനെ ഖുതുബ തുടങ്ങും. അങ്ങനെയുള്ള സ്ഥലത്ത് ജുമുഅന്റെ ശേഷം നിസ്കരിക്കുക. ആദ്യത്തെ ബാങ്കാണ് ഈ വഖത്തിന്റെ മുമ്പാണ്, അപ്പൊ ആ ബാങ്കിന്റെ ശേഷം നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. രണ്ടാമത്തെ ബാങ്കാണെങ്കിലോ ളുഹറിന്റെ കൃത്യസമയത്താണ്, ളുഹറിന്റെ സമയം കടക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ബാങ്ക് അവിടെ കൊടുക്കേണ്ടത് നിൽക്കുക. എന്നാൽ പിന്നെ ഇമാമ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം നിസ്കരിക്കൽ ഹറാമാണ്.
നിസ്കരിക്കൽ ഹറാമാണ്. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യാ, നിസ്കാരം ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജുമാന്റെ മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കുക. ജുമാന്റെ ശേഷം നിസ്കരിച്ചാലും ആ നിസ്കാരം എന്തല്ല, ഖളാ അല്ല, അതാത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഹനഫി മദ്ഹബ് പ്രകാരം ഉദ്ഹിയ്യത്ത് വാജിബായവർ ആരാണ്? അത് ഞാൻ ആ വിഷയത്തിൽ മദ്ഹബ് വേറെ നോക്കിയില്ല കേട്ടോ. ഹനഫി മദ്ഹബിനെ സംബന്ധിച്ച് ഉദ്ഹിയ്യത്തിന്റെ വിഷയത്തിൽ ഹനഫി മദ്ഹബ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അത് എല്ലാം ഞാനിപ്പോ മറ്റു മദ്ഹബൊന്നും ഇങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയപ്പെടുന്ന ചില വിഷയങ്ങൾ പറയണത്, അല്ലാതെ ഇപ്പൊ ആ മദ്ഹബൊക്കെ എല്ലാ മദ്ഹബും നമുക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. ഷാഫി മദ്ഹബിനെ ഇപ്പൊ നല്ലപോലെ അറിയില്ലല്ലോ അല്ലേ? ഷാഫി മദ്ഹബിനെ ഇപ്പൊ നല്ലപോലെ അറിഞ്ഞിട്ടല്ലല്ലോ. ചില ആവശ്യമുള്ള വിഷയങ്ങൾ നമുക്ക് അറിയുന്നത് പറയുന്നു, ഇനി അറിയാത്ത വിഷയമാണെങ്കിൽ നോക്കിയിട്ടൊക്കെ പറയുന്നു. അതേസമയം ഹനഫി മദ്ഹബൊക്കെ ഇപ്പൊ നമ്മള് വളരെ നിർബന്ധമായ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നോക്കുക എന്നല്ലാതെ മറ്റപ്പോ വേറൊന്നും അറിയില്ല. അപ്പൊ ഹനഫി മദ്ഹബ് സംബന്ധമായി ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ്യ സംബന്ധമായ വിഷയം കൂടുതൽ പഠിച്ചിട്ടില്ല. ഇപ്പൊ പഠിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ നമുക്ക് തോന്നുന്നില്ല. ഡോട്ട് ഉണ്ടാ കുറുമ്പന്? ഡോട്ടൊക്കെ മാറ്റി കൊടുത്താൽ കുറുമ്പൻ ഡോട്ട് എന്ന് പറഞ്ഞ് മുമ്പ് എന്റെ എല്ലാ കുറുമ്പും കാട്ടിയ കാരണം ആരെങ്കിലും ഡോട്ട് ഇട്ടായിരിക്കും. പൈസ പലിശക്ക് കൊടുക്കുന്ന ഒരാൾ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുന്നാൽ കഴിക്കാൻ പറ്റുമോ? ഹിന്ദു ആണ്, ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ, അയാൾ ആ കൊടുന്നത് അയാളുടെ സ്വത്ത് എല്ലാം ഹറാമാനുള്ള കാര്യം ഉറപ്പാണ്. ഒരാളുടെ അടുക്കൽ എന്തുണ്ട്? കുറച്ച് പൈസ ഉണ്ട്, ഒരാളുടെ അടുക്കൽ പൈസ ഉണ്ട്, അയാളുടെ അടുക്കള പൈസ എല്ലാം ഹറാമാണ് എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അയാൾ തരുന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അയാൾ പൈസ തന്നാൽ വാങ്ങാൻ പാടില്ല, ഭക്ഷണം തന്നാൽ കഴിക്കാൻ പാടില്ല. അതാണ് എന്റെ വിധി. അതേ സമയത്ത് അയാളുടെ അടുക്കൽ ഹറാമും ഉണ്ട്, ഹറാം അല്ലാത്തതും ഉണ്ട് നിൽക്കുക. എന്നാൽ അയാളുടെ മുതലിനെ കുറിച്ച് ശുഭത്തിന്റെ മുതൽ എന്നാ പറയാം. നമുക്ക് ഈ തന്നത് ഹറാമാണോ ഹലാലാണോ കാര്യം വേർതിരിച്ചറിയില്ല. എന്നാൽ അത് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല, കഴിക്കാതിരിക്കലാണ് ഉത്തമം. മനസ്സിലായല്ലേ? അപ്പൊ ഒരാൾ നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സ് സാധനങ്ങൾ തന്ന അദ്ദേഹത്തിന്റെ അടുക്കലുള്ള മുതലൊക്കെ ഹറാമാണ്, ഹറാമല്ലാത്ത മുതൽ അയാളുടെ അടുക്കൽ ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾക്കത് വാങ്ങാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല. അതേ സമയത്ത് അയാളുടെ അടുക്കൽ ഹറാമായ സ്വത്തുണ്ട്, ഹലാലായ സ്വത്തുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തന്നതിപ്പോ എന്താണെന്ന് അറിയില്ല. എന്നാൽ അത് ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഉപയോഗിക്കുന്നുണ്ട്, വിരോധമില്ല. പിന്നെ അത്യാവശ്യമാണ് ഭാര്യ ഹനഫിയാണ്. പക്ഷെ ഞാൻ നോക്കണം, ഭാര്യ ഹനഫിയാണ്. ഇപ്പൊ എന്താ ഹനഫിക്ക് ഭാര്യ ഇപ്പൊ ഹനഫിയായിട്ട് തന്നെ ജീവിക്കണമെന്നുണ്ട്. അപ്പോ ആയിക്കോട്ടെ, ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കാം. അത്യാവശ്യമാണ് ഹനഫി മദ്ഹബ് പ്രകാരം ആ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഏത് മദ്ഹബും സ്വീകരിച്ചൂടെ അല്ലേ? 4 മദ്ഹബ് ഇന്ന് ഏതും സ്വീകരിക്കാം. അതിപ്പോ ഒരാൾ പിന്നെ ആള് മരിക്കുന്നവരെയൊക്കെ ഒരു മദ്ഹബിനെ ആകാൻ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. മദ്ഹബൊക്കെ അങ്ങോട്ടുണ്ടൊക്കെ മാറുകയൊക്കെ ചെയ്യാം. ഇന്ന് ഒരു മദ്ഹബാണ്, നാളെ വേറെ മദ്ഹബ്, മറ്റന്നാൾ വേറെ മദ്ഹബ്, അങ്ങനൊക്കെ ആവാം. പക്ഷെ അമൽ സഹീഹ് ആവണം. ആ രീതിയിൽ അങ്ങോട്ട് കൊണ്ട് ഏച്ചുകുട്ടി ചെയ്യരുതെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും ശരി, ഞാൻ പിന്നെ ഹനഫി മദ്ഹബിൽ അനുസരിച്ച് ഉദ്ഹിയ്യത്തിനെ കുറിച്ച് ഞാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്, പിന്നീട് അറിയിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ദുബായിൽ 95% ഇമാമിങ്ങൾ ബിസ്മി ഓതാറില്ല, എന്താ ചെയ്യാ? ബിസ്മി ഓതുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ബിസ്മി ഓതുന്നില്ല എന്ന കാര്യം ഉറപ്പിക്കരുത്. 99% ആളുകൾ ബിസ്മി ഓതാറില്ല എന്ന കാര്യം ഉറപ്പിക്കരുത്. ഓതുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ മതി. നിങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അയാൾ ബിസ്മി ഓതിയാൽ മതി, പതുക്കെ ഓതിയാലും മതി, എന്നാലും നമസ്കാരം സഹിയാവും നമ്മുടെ മദ്ഹബ് അനുസരിച്ചും. അപ്പൊ ഒരാളെ ബിസ്മി ഉറക്കെ ഓതാതെ അനുസ്കരിച്ച് നിൽക്കുക, അപ്പോഴേക്കും അയാൾ നിസ്കാരം ബാത്തിലാണ് എന്ന് നമ്മൾ വിധിയെഴുതരുത്. അയാൾ പതുക്കെ ഓതിയിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ നിസ്കാരം സഹിയാണെന്ന് നമ്മൾ വെക്കുകയുമാണ് വേണ്ടത്. അയാളെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കുക വേണ്ടത്. അതേ സമയത്ത് ചിലപ്പോൾ ബിസ്മി നമ്മുടെ നല്ല വിചാരം വിചാരിക്കണമെന്ന് കരുതിയാലും അയാൾ ഓതിട്ടില്ല എന്ന കാര്യം ഉറപ്പാവും ചിലപ്പോൾ നമുക്ക്, അല്ലേ? ഉദാഹരണം എന്താണ്? അയാൾ തക്ബീർ അല്ലേ, അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അങ്ങോട്ട് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പിന്നെ കുറച്ചു നേരം മൗനം തിരിച്ചു നിൽക്കുക.
അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കുറച്ചു നേരം ഇങ്ങനെ മുണ്ടാകുന്നുണ്ട് അയാള്. കുറച്ചു നേരം അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല. ആ മൗനത്തിന്റെ സമയത്ത് അദ്ദേഹം ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവണം എന്ന് നമ്മൾ കരുതിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടതും. ഒരു മനുഷ്യനെ കുറിച്ച് നല്ല വിചാരമാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം തക്ബീർ ചൊല്ലി അതിനുശേഷം അല്പം നേരം മിണ്ടാതെ നിന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ബിസ്മി ഓതിയിട്ടുണ്ടാകും എന്ന് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കുകയും അദ്ദേഹത്തിന്റെ നിസ്കാരം സഹിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അദ്ദേഹത്തെ നമ്മൾ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. അതേ സമയത്ത് അയാൾ ഓതിയിട്ടില്ലാനുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് എങ്കിലോ അയാളുടെ നിസ്കാരം നമ്മുടെ മദ്ഹബ് അനുസരിച്ച് സഹിഹല്ല. അപ്പൊ അയാളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. പിന്നെ സഹിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസ്മി ഓതാൻ നിർബന്ധമില്ല എന്ന് പറയുന്ന മദ്ഹബ് ഉണ്ടല്ലോ, ആ മദ്ഹബ് ഏതെങ്കിലും ഒരു മദ്ഹബ് നമ്മൾ തഖ്ലീദ് ചെയ്യണം, എന്നാലേ സഹിയാവുള്ളൂ. അങ്ങനെ തഖ്ലീദ് ചെയ്തിട്ടാണെങ്കിൽ അയാളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സംസം വെള്ളം നിന്ന് കുടിക്കലാണ് സുന്നത്ത് എന്ന് കേട്ടത് ശരിയാണോ? അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. സംസം വെള്ളം നിന്നിട്ടാണോ? ആ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഉലമാക്കൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ട് സംസമും മറ്റു വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് തന്നെ കുടിക്കലാണ് സുന്നത്ത്, ഇരുന്ന് തന്നെ കുടിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞവരും ഉണ്ട്. അതല്ല, സംസം നിന്ന് കുടിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം നിന്ന് കുടിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞത് അത് അവിടെ നിന്ന് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് റസൂലുള്ളാഹി നിന്ന് കുടിച്ചതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതല്ല, സംസം നിന്ന് കുടിക്കലാണ് സുന്നത്ത്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി നിന്ന് കുടിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ആ നിലക്കാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഉളുഹിയ്യത്ത് അറുക്കാൻ ഒരാളെ വക്കാലത്താക്കി അയാൾ മറ്റൊരാളെ വക്കാലത്താക്കിയാൽ ആ വക്കാലത്ത് സ്വീകരിച്ചവൻ അറുക്കുമ്പോൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്യൽ ശരിയാകുമോ? എന്നെ വക്കാലത്ത് ആക്കിയവൻ ഉദ്ദേശിച്ച ആളെ തൊട്ട് ഞാൻ ഉളുഹിയ്യത്ത് അറുക്കുന്നു. അങ്ങനെ വക്കാലത്താക്കാൻ പാടില്ല, ആ വക്കാലത്ത് സഹിയാവുകയില്ല. ഒരാളെ വക്കാലത്താക്കി നിൽക്കുക, അയാൾ പിന്നെ വേറെ ആളെ വക്കാലത്താക്കുക, ആ വക്കാലത്ത് സഹിയാവുകയില്ല. അയാൾ വേറെ ആളെ വക്കാലത്താക്കണമെങ്കിൽ ആദ്യം ഇയാളെ വക്കാലത്താക്കിയാൽ അയാളെ സമ്മതം വേണം, അല്ലാതെ വക്കാലത്താക്കാൻ പറ്റുകയില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് ചെയ്യാ? മനസ്സിലാക്കുന്ന വിഷയം, ഒരാളെ ഒരു കാര്യം വക്കാലത്താക്കി, ഇനി അയാൾക്ക് ഇനി ആ വിഷയം വേറെ ആളെ വക്കാലത്താക്കാൻ പറ്റുമോ? വക്കാലത്താക്കാൻ പറ്റൂല, ആ വക്കാലത്ത് സഹിയാവുകയില്ല എന്നാ. പിന്നെ വക്കാലത്താക്കണി എന്ത് വേണം? പിന്നെ ആദ്യത്തെ ആള് സമ്മതം വേണം. എനിക്ക് ഇന്ന വിഷയത്തിൽ നിങ്ങൾ വക്കാലത്താക്കിയിരുന്നു, പക്ഷെ എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കൂല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്ന ആളെ ഏൽപ്പിക്കട്ടെ എന്നയാൾ ചോദിക്കണം. അന്നെ ഏൽപ്പിച്ചോ എന്ന് അയാൾ സമ്മതം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ 7 ഓഹരിയിൽ ഒരാൾക്കല്ലേ അറുക്കാൻ പറ്റൂ ഉസ്താദെ? പിന്നെ 7 ഓഹരിയിലാക്കുമ്പോ ആ 7 ഓഹരിയിൽ ആരെങ്കിലും ഒരാൾ അറക്കണം, അല്ല 7 ആൾക്കും കൂടി അർത്ഥം ശരിയാവില്ലല്ലോ. അതങ്ങനെ തന്നെ. മറ്റുള്ള ആളുകളൊക്കെ പാടെ ഒരാളെ ഏൽപ്പിക്കുക, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക. ആ സ്ഥലത്തൊന്ന് നിൽക്കുക, അത് സുന്നത്ത. ആർക്കുന്ന സ്ഥലത്തൊന്ന് നിൽക്കുക, അതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ. പിന്നെ അതിന്റെ മറ്റ് ഖിദ്മത്തുകൾക്കൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക, അതിന്റെ ആ മൃഗത്തെ പിടിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ മറ്റൊക്കെ അത് സഹായിച്ചു കൊടുക്കുക, അത് സുന്നത്ത. സമ്മതമുണ്ടെങ്കിൽ ആ നിയ്യത്ത് അത് ഏത് രീതിയിലാവാം. ഏത് ഒരാളെ ഇനി മറ്റാളെ സമ്മതത്തോടു കൂടി വക്കാലത്താക്കണി തന്നെ അത് ആദ്യത്തെ ആള് നിങ്ങളെ വക്കാലത്താക്കിയത് പോലെ ആ നിയ്യത്ത് ഏത് രീതിയിലാകാൻ വേണ്ടില്ല, അതുകൊണ്ട് വിരോധമില്ല. എന്നെ ഇന്നാൾ തൊട്ട് ഏൽപ്പിച്ച ആ മൃഗത്തിന്റെ അല്ല ആ ഉളുഹിയ്യത്താകുന്നു ഇത് എന്നാൽ നിയ്യത്തിലും അതൊന്നൊരു വിഷയമല്ല. അതൊക്കെ പിന്നെ ആ ആളെ പേരിങ്ങനെ പറഞ്ഞോളൊന്നുമില്ല. പിന്നെ ഇന്നാളെ തൊട്ട് അറുത്തു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു, ആ ഉളുഹിയ്യത്താകുന്നു ഇത് എന്ന് കരുതിയാൽ മതി.
എന്ന് എത്തിച്ചാൽ മതി. ഇത് ആ വക്കാലത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞതേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ വലിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലണോ? മുഖയ്യദായ തക്ബീർ ഫർദ് നിസ്കാരത്തിന് ശേഷം മാത്രമാണോ? അല്ല, ഈ വലിയ പെരുന്നാക്കേ തക്ബീർ 3 വിധത്തിലുള്ള തക്ബീർ ഉണ്ട്. ദുൽഹജ്ജ് 1 മുതൽ ആ 10 ദിവസങ്ങളിലും, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഉള്ള ആ ദിവസങ്ങളിലൊക്കെ സുന്നത്താണ് ഏത്? ബലിമൃഗങ്ങളെ, അതായത് ആടുമാട് ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലുക, അവകളുടെ ശബ്ദം കേൾക്കുമ്പോൾ തക്ബീർ ചെല്ലുക, അത് സുന്നത്താ. ഒരു തക്ബീറാണ് അത്. രണ്ടാമത്തെ തക്ബീർ പിന്നെ അറഫാ ദിവസം സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അസ്ർ ഉണ്ടല്ലോ, അതായത് ദുൽഹജ്ജ് 9 സുബ്ഹി മുതൽ ദുൽഹജ്ജ് 13 അസ്ർ വരേക്കുമുള്ള അസ്ർ വരേക്കും എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും മജ്‌ലിസ് നിസ്കാരത്തിന്റെ ഒക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലുക, അതൊരു സുന്നത്താ. അപ്പൊ 2 തരം തക്ബീറായി അല്ലേ. മൂന്നാമത്തെ തക്ബീർ ഈ പെരുന്നാളിന്റെ തലേ ദിവസം മഗ്‌രിബ് മുതൽ പിന്നെ പെരുന്നാളിന്റെ ആ ദിവസം ഇമാമ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരേക്കും സദാസമയത്തും തക്ബീർ ചൊല്ലുക. അത് പ്രത്യേക സമയമില്ല അതിന്, എപ്പോഴും തക്ബീർ ചൊല്ലുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ തക്ബീർ ചെല്ലുക, ഉറക്കെ ചെല്ലുക. അത് വേറെ തരം തക്ബീറാണ്. ഇങ്ങനെ 3 തരം തക്ബീറുകളുണ്ട്. തലേ ദിവസം, പെരുന്നാളിന്റെ തലേ ദിവസം മഗ്‌രിബ് മുതൽ പിന്നെ പെരുന്നാൾ ദിവസം ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും പ്രവേശിക്കുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും. അപ്പൊ അത് പിന്നെ ചെറിയ അത് പിന്നെ ഇപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ ഉണ്ടോ അല്ലേ? അതുണ്ട്. എല്ലാ ഇതുണ്ടല്ലോ. ഏത്? അറഫാ ദിവസം സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അസ്ർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. ഫർദ് നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, മജ്‌ലിസ് നിസ്കാരമാവട്ടെ, ഏത് നിസ്കാരത്തിന് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ആ രീതിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് മാത്രം. പിന്നെ സൗദികൾ ദുൽഹജ്ജ് 1 മുതൽ തുടങ്ങി, അപ്പോൾ അതോ ഏത് നിസ്കാരങ്ങൾക്ക് ശേഷം? എന്നാൽ ഓരോ മദ്ഹബിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മദ്ഹബിൽ ഇങ്ങനെയുള്ളത്. പിന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം എനിക്കറിയില്ല കേട്ടാ, ഉണ്ടാവൂല. ഹംബലി മദ്ഹബാണല്ലോ, ഹംബലി മദ്ഹബിൽ അങ്ങനെ ഇല്ലല്ലോ. ഹംബലി മദ്ഹബിൽ അങ്ങനെ ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വിവരം അറിയിക്കണ്ട് നോക്കിയിട്ട്. അപ്പോ ഇനി വേറെ പ്രത്യേകം ഞാൻ 1-2 വിഷയങ്ങള്. എന്താണ് അയ്യാമു തശ്രീഖ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാലേ ദുൽഹജ്ജ് 11, 12, 13 ഈ 3 ദിവസങ്ങൾക്ക് പേര് പറയുന്നതാണ് അയ്യാമു തശ്രീഖ് എന്ന്. ദുൽഹജ്ജ് 9 യൗമു അറഫ എന്ന് പറയും അല്ലെ. ദുൽഹജ്ജ് 9 യൗമു അറഫ എന്ന് പറയും, അറഫ ദിവസമാണ്. ദുൽഹജ്ജ് 10 യൗമുൻ നഹർ എന്ന് പറയും, യൗമുൻ നഹർ. ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖ്. തശ്രീഖിന്റെ അതാ പിന്നെ ഈ ആ ദിവസത്തിന് അങ്ങനെ പേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, അത് പിന്നെ ദുൽഹജ്ജ് 10 അറക്കും അല്ലെ. ദുൽഹജ്ജ് 10 ഹജ്ജ് സംബന്ധമായ അറവുകളൊക്കെ ദുൽഹജ്ജ് 10 അറക്കും. ആ അറുത്ത മൃഗങ്ങളുടെ മാംസം ഉണക്കി വെക്കുന്ന ദിവസമാണ് ഏത്? ഈ 11, 12, 13 അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്. ആ പേര് അങ്ങനെ പേര് വരാനുള്ള കാരണം അതാണ്, അത്രമാത്രം. പിന്നെ ഷോക്സിൽ തടഞ്ഞ ഒരാളെ പറ്റില്ല. ഷോക്സിൽ തടവില് ഷോക്സിന്റെ മേൽ തടവി നിൽക്കുക, കാല് കഴുകാതെ ഷോക്സിന്റെ മേൽ തടവിയാൽ ആ ഒളു സഹിയാവുകയില്ല. ഹുഫയാവണം, നല്ല തറച്ച് സഹിയാവുള്ളൂ. എല്ലാ മദ്ഹബിലും അങ്ങനെ തന്നെയാണ്.
അപ്പോ അത് സഹിയല്ല. കിടക്കുമ്പോൾ ഏത് ഭാഗം ചെരിഞ്ഞ് കിടക്കണം? കിടക്കുമ്പോൾ വലഭാഗം താഴ്ഭാഗത്താക്കിക്കൊണ്ട് ഭൂമിയോട് ചേർത്തുകൊണ്ട് ഇടഭാഗം മുകളിലാക്കിക്കൊണ്ട് പിന്നെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് കിടക്കലാണ് സുന്നത്ത്. അത് കിടക്കുന്ന ഒരു രൂപമാണ്, അങ്ങനെ തന്നെ കിടക്കണമെന്നല്ല, അതൊരു രൂപമാണ്. വലഭാഗം താഴ്ഭാഗത്താക്കിക്കൊണ്ട് ഇടഭാഗം മുകളിലേക്കാക്കിക്കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് കിടക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് വടക്ക് ഭാഗത്ത് തല വെക്കുക, തെക്ക് ഭാഗത്തേക്ക് കാല് വെച്ച് വലഭാഗത്തിന്റെ മേൽ കിടക്കുക, ഖിബ്ലയിലേക്ക് മുന്നിട്ട് പോകുക. അതൊരു രൂപമാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇടഭാഗം താഴ്ഭാഗത്താക്കിക്കൊണ്ട് അപ്പൊ വടക്കോട്ട് തല വെക്കുക, തെക്കോട്ട് കാല് വെക്കുക, എന്നിട്ട് ഇടഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക. അതും സുന്നത്തായ കിടത്തത്തിന്റെ മറ്റൊരു രൂപമാണ്. മൂന്നാമത്തെ രൂപമാണ് കിഴക്ക് ഭാഗത്തേക്ക് തലവെച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാല് നീട്ടിക്കൊണ്ട് മലർന്നു കിടക്കുക. അത് മൂന്നാമത്തെ രൂപമാണ്. അങ്ങനൊക്കെ ആവാം. പിന്നെ എന്റെ മരുമകളുടെ പ്രസവം ഓപ്പറേഷൻ കൂടാതെ നല്ല നിലയിൽ കഴിയാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ, വിഷമത്തിലും ബുദ്ധിമുട്ടിലൊന്നും പെടുത്താതിരിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉളഹിയത്ത് അറുക്കുന്നത് ഒരു ഉമ്മ, 4 മക്കൾ, വല്ലിപ്പ എല്ലാവർക്കും കൂടി നിയ്യത്ത് വെച്ച് ഒരു ഉളഹിയത്ത് എങ്ങനെ അറുക്കാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ആയിട്ട് അറുക്കണോ? ഒരു കുടുംബമുള്ള ആളാണെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു മൃഗത്തെ അറുത്തു നിൽക്കുക, എന്നാൽ അതിന്റെ സുന്നത്ത്, അതിന്റെ കൂലി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇപ്പോ ഒരു കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഉളഹി അറുത്തു, എന്നാൽ അതിന്റെ കൂലി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോ വാപ്പ ആണ് അറക്കുന്നത്, അല്ലെങ്കിൽ വല്ലിപ്പയാണ് അറക്കുന്നത്, എന്നാൽ വല്ലിപ്പാന്റെ മക്കൾക്കും ഒക്കെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ലഭിക്കും. അതുപോലെ അല്ലെങ്കിൽ വാപ്പയാണ് അറക്കുന്നത്, എന്നാൽ വാപ്പാടെ വാപ്പാക്കും വാപ്പാന്റെ ഉമ്മാക്കും വാപ്പാന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. രണ്ടുപേരുടെ എങ്ങനെ കിടക്കുക? രണ്ടുപേരൊക്കെ അങ്ങനെ കിടന്നുകൂടെ? രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെയാണ് കിടക്കുക എന്ന്? രണ്ടുപേർക്ക് എന്താ അങ്ങനെ? ഉദാഹരണം ഭാര്യയും ഭർത്താവും, രണ്ടുപേർക്കും അങ്ങനെ കിടക്കാലോ അല്ലെ? രണ്ടുപേരും എന്ത് ചെയ്യാ? വടക്കോട്ട് തല വെക്കുക, പിന്നെ ഇടത്തോട്ട് തെക്കോട്ട് കാലും വെക്കുക, എന്നിട്ട് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക രണ്ടാളും. എന്താ അപ്പൊ അങ്ങനെ കിടക്കാലോ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഉള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ വേറെ ഇതിൽ വന്നതിൽ കുറച്ചും കൂടി ഒക്കെ നോക്കേണ്ടതില്ലേ? ആ നോക്കിയത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹനഫി മദ്ഹബിലെ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് നോക്കാൻ ഒരാള് ധൃതി കാണിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ നോക്കിയിട്ട് പിന്നീട് വിവരം അറിയിക്കാം. പിന്നെ ഇനി വേറെ പ്രത്യേകമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പല ആളുകളും പല വിഷയങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾക്ക് അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽപ്പെട്ട രോഗികൾക്കൊക്കെ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.